159 വചനം. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. പരിശുദ്ധ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരു ആയത്ത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. പരിശുദ്ധ പ്രവാചകരെ, അങ്ങ് എന്തൊരു സൗമ്യശീലനാണ്. ലിൻത ലഹും, അങ്ങയുടെ സൗമ്യശീലത എത്ര ഭംഗിയാണ്. പരിശുദ്ധ റസൂലിന്റെ സ്വഭാവത്തെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണെന്ന് അവകാശവാദം പറയുമ്പോഴും എത്രത്തോളം മുഹമ്മദീയത്തിൽ ഖുൽഖ് നമ്മളിൽ വന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് വിചിന്തനം നടത്തേണ്ട ഒരു പരിശുദ്ധ റബീ ആവട്ടെ, വരുന്ന റബീഉൽ അവ്വൽ. എത്രത്തോളം റസൂലുള്ളാഹ് നമ്മിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചാരങ്ങളൊക്കെയുണ്ട്. ആചാരങ്ങളെ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ റസൂൽ എത്രമേൽ നമ്മളിൽ ധന്യമായിട്ടുണ്ട് എന്ന് വിചിന്തനം നടത്തേണ്ട ഒരു കാലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തന്നെ പറയുന്നു, വലോ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലംഫളു മിൻ ഹൗലിക്. പരിശുദ്ധ റസൂലേ, അങ്ങൊരു ദുശാഠ്യക്കാരനായിരുന്നുവെങ്കിൽ, അങ്ങയെ സമീപിക്കുന്നവരോടൊക്കെ അങ്ങൊരു ദുശാഠ്യം കാണിക്കുന്നവരും മോശമായി ഇടപെടുന്നവരും സൗമ്യശീലനുമായിരുന്നില്ലെങ്കിൽ അങ്ങയെ അടുത്തേക്ക് ആര് വരാൻ? അങ്ങയുടെ മതത്തെ, ഇസ്ലാമിനെ ആര് പ്രചരിപ്പിക്കാൻ? ആരുണ്ടാവില്ല. അങ്ങ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അങ്ങ് സൗമ്യശീലനായതുകൊണ്ടാണ്. അങ്ങയുടെ സമീപനം, അങ്ങയുടെ ഇടപെടൽ, അങ്ങയുടെ നോട്ടം, അങ്ങയുടെ സംസാരം എല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ സ്വഭാവത്തിലെ എല്ലാ സ്വഭാവങ്ങളും നന്മഭൂതരാണെങ്കിലും പരിശുദ്ധ റസൂലിന്റെ ഏറ്റവും നല്ലൊരു സ്വഭാവം എന്നത് ആരോട് ലോകത്തിന്റെ നായകൻ സംസാരിക്കുമ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു എന്നതായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ പരിശുദ്ധ റസൂൽ സംസാരിക്കാറില്ലായിരുന്നു. ആരോട്? ശത്രുവിനോടാണ്. അത് ശത്രുവിനോട് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്. ആ പുഞ്ചിരിയിൽ നിന്ന് ശത്രു മിത്രമാവുകയാണ്. ആ മിത്രം പിന്നെ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത ആളായി മാറുകയാണ്. ഒരു പുഞ്ചിരിയിൽ നിന്ന് പരിശുദ്ധ റസൂലിന്റെ ഏറ്റവും അടുത്ത ആളായി മാറാൻ കഴിയുന്ന രീതിയിൽ പരിശുദ്ധ റസൂലിന്റെ സ്വഭാവം ആയിരുന്നു എന്ന ഹദീസുകൾ പഠിപ്പിക്കാൻ. അവിടെയാണ് മദീനത്തുൽ മുനവ്വറയിലെ പള്ളിയിലെ ഒരു തൂണിലേക്ക് ഒരു ശത്രുവിനെ സഹാബാക്കൾ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന സമയം, കെട്ടിയിട്ട സമയത്ത് പരിശുദ്ധ റസൂൽ അവിടെ പോയിട്ട് ആ മനുഷ്യന്റെ മുന്നിൽ പോയി പുഞ്ചിരിച്ചു. പരിശുദ്ധ റസൂൽ പുഞ്ചിരിച്ചു. റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നിങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? മുഹമ്മദ്, ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ട് നിങ്ങൾ എന്നോട് പുഞ്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ റസൂൽ വീണ്ടും പുഞ്ചിരിച്ചു. അതിലേറെ ക്രോധമുണ്ടായത് സഹാബാക്കൾക്ക്. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, എന്തിനാണ് അങ്ങ് അവിടത്തോട് പുഞ്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പരിശുദ്ധ റസൂൽ ആ കെട്ടഴിച്ചു വിട് സഹാബ, കെട്ടഴിച്ചു വിടാൻ പറഞ്ഞ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ചു ചോദിച്ചു, അദ്ദേഹത്തെ കെട്ടഴിച്ചു വിട്ടാൽ അദ്ദേഹം ഇനിയും പോയി പരിശുദ്ധ റസൂലെ അങ്ങേക്ക് എതിര് തന്നെ പ്രവർത്തിക്കും, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, കെട്ടഴിച്ചു വിട് സഹാബ. ആ സഹാബാക്കൾ ആ മനുഷ്യനെ കെട്ടഴിച്ചു വിട്ടു. നേരെ മക്കത്തുൽ മുക്കറമയുടെ സമീപത്തെ ഒരു കുളത്തിൽ പോയി, മക്കയിലേക്ക് പോയി കഅബയുടെ സമീപത്തുള്ള ഒരു കുളത്തിൽ പോയി കുളിച്ചു. എന്നതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് കഅബയുടെ ചുറ്റുമുള്ള പല റസൂലുള്ളാഹിന്റെ ശത്രുക്കളും മുഹമ്മദുൽ മുസ്തഫാനെ മോശമായി പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്ലാമിലേക്ക് വന്ന സുമാബത്ത് ബിനു ആസാൽ എന്ന സ്വഹാബി അവരോട് പറഞ്ഞു, എന്റെ യമാമയിൽ നിന്നാണ് മക്കക്കാരെ നിങ്ങൾക്ക് ഗോതമ്പ് കൊണ്ടുവരുന്നത്. ആ ഗോതമ്പിന് മുഹമ്മദിനെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ അങ്ങ് അത് തരുകയില്ല എന്ന് പറയുമ്പോ ഈ വിവരം കേട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി
മദീനയിലുള്ള മുത്തു റസൂൽ പറഞ്ഞു, ശത്രു മിത്രമായി ആ മിത്രം ശത്രുക്കൾക്ക് ഗോതമ്പ് കൊടുക്കൂല എന്ന് അറിഞ്ഞപ്പോ പരിശുദ്ധ റസൂൽ കത്തെഴുതി വിട്ടു, സുമാമ അത് എന്റെ ദൗത്യത്തിൽപ്പെട്ടതല്ല, അവരെ പട്ടിണി കിടക്കരുതെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു സ്വഭാവം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ റസൂലിനെ കുറിച്ച് പറഞ്ഞത്, മുഹമ്മദിൽ മുസ്തഫാന്റെ അടുത്ത് പോയിട്ട് ശത്രുവായ അബൂജഹൽ പോലും പറയുന്നുണ്ട്, യാ റസൂൽ വലാ നുകദ്ദിബുക, മുഹമ്മദേ നിങ്ങൾ കളവ് പറയൂല എന്ന് ഞങ്ങൾക്ക് എനിക്ക് ഉറപ്പാണ്, പക്ഷേ വലാകിൻ നുകദ്ദിബു ബിമാ ജിഅത ബി, നിങ്ങൾ കൊണ്ടുവന്നത് ശരിയല്ല. 40 വയസ്സോളം കളവ് പറയാത്ത മുഹമ്മദ് കളവ് പറയൂല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് അബൂജഹൽ രാജാവിന് അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്, ആ മുഹമ്മദ് കളവ് പറയുന്ന മനുഷ്യനാണോ? ആ മുഹമ്മദ് എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ ആദ്യകാല ശത്രു പോലും പറഞ്ഞത് ഒരിക്കലുമില്ല, നുണ പറയാറില്ല പരിശുദ്ധ റസൂൽ. സംസാരത്തിൽ നുണ പറയാത്ത ഒരു മനുഷ്യൻ, സംസാരിക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു മഹാ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി കാണിച്ചു തന്നു. സംസാരിക്കുമ്പോൾ കളവ് പറയാതെ എല്ലാം സത്യസന്ധമായിരിക്കണമെന്ന് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുമാർ പരിശുദ്ധ റസൂല് പരിചയപ്പെടുത്തി തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ റസൂലാണ്, സഹാബാക്കളാണ്. ഒരു ദിനം ഒരു യാത്രയുടെ വേളയിൽ ഒരു ശാന്ത സുന്ദരമായ ഒരു സ്ഥലം കാണുമ്പോ അവിടെ താമസിക്കുന്നത് കുറച്ച് സമയം, യാത്ര ഒരു പ്രയാസമായപ്പോ സഹാബാക്കളും പരിശുദ്ധ റസൂലും ഒന്ന് തങ്ങാൻ തീരുമാനിച്ചു. ഒരു സംഭവം വല്ലാതെ മനുഷ്യന്റെ ഹൃദയത്തെ കീഴടക്കി. നമ്മൾ എത്ര പേർ മുഹമ്മദുൽ മുസ്തഫാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിച്ച് നോക്ക്, കണ്ടാൽ പുഞ്ചിരിക്കാൻ പോലും മടി കാണിക്കുമാർ വിധം നമ്മൾ എവിടേക്ക് എത്തി? മുഹമ്മദിന്റെ അനുയായിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നാണമില്ലാതെ ആയി പോകുന്ന കാലം. അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. നടന്നു പോകുന്ന സംഘം ഒരവിടെ ഇരുന്നപ്പോ നമ്മളൊക്കെ നേതാക്കന്മാരാണ്, എല്ലാവരും നേതാക്കന്മാരാണ്. എല്ലാ നേതാക്കന്മാരുടെയും താല്പര്യം അനുയായികൾക്കിടയിൽ വലിയ പ്രിവിലേജ് ഉണ്ടാക്കലാണ്. അവർക്കിടയിൽ ഞാൻ എല്ലാമാണെന്ന് അറിയിക്കുക, അല്ലെങ്കിൽ ഞാനാണ് എല്ലാം എന്ന തോന്നൽ വരുത്തുക എന്നവിടത്തേക്ക് എല്ലാം തലപ്പാവ് കെട്ടിയാലും അങ്ങനെയൊക്കെ തന്നെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് പരിശുദ്ധ റസൂലിന്റെ സമീപനം പോലും ഇസ്ലാമിലേക്ക് എന്നല്ല സഹാബാക്കളെ ഒന്നടക്കം കരയിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് യാത്രയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോ തങ്ങാനിരുന്നപ്പോ ആട്ടിൻകൂട്ടങ്ങളുണ്ട്. പരിശുദ്ധ റസൂലിന് ആടുകൾ വലിയ ഇഷ്ടമാണ്, പരിശുദ്ധ ഹബീബിന് ആടുകളെ വല്ലാതെ ഇഷ്ടമാണ്. സഹാബാക്കൾ പറഞ്ഞു, നമുക്ക് ഈ ആടിനെ അറുത്തിട്ട് ഭക്ഷിക്കുക. അറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി സഹാബാക്കളും പരിശുദ്ധ നബിയും തീരുമാനിച്ചപ്പോ ഒരു സഹാബി എണീറ്റ് എന്നിട്ട് പറഞ്ഞു, നബിയേ ഞാൻ ആടിനെ അറുത്തുകൊള്ളാം എന്നൊരു സഹാബി പറയുമ്പോ മറ്റൊരു സഹാബി പറഞ്ഞു, നബിയേ എങ്ങനെയാണെങ്കിൽ ആ ആടിന്റെ തോലുരിഞ്ഞുകൊണ്ട് അതിനെ വേവിക്കുന്ന ഭാഗത്തേക്കുള്ള പാചകം ഞാൻ ചെയ്തോളാം. അപ്പൊ മറ്റൊരു സഹാബി എണീറ്റിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് പാചകം ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്തോളാം. ഓരോരുത്തരും ആടിന്റെ ഓരോ കാര്യങ്ങൾ നേതാവായ അഷ്റഫുൽ ഹൽക്കിന്റെ മുമ്പിൽ നിന്ന് പറയുമ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഫഅലയ്യ ജംഉൽ ഹഖബ്, ഞാൻ നിങ്ങൾ വേവിക്കാനുള്ള വറകിൽ മരുക്കാട്ടിലെ പല ഗടുക്കളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും മുഹമ്മദ് കൊണ്ടുവന്ന് തരാം, അതുകൊണ്ട് നിങ്ങൾ കത്തിച്ചോ എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ. ആടറക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, ആടിനെ വേവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, ആടിന്റെ ഊര് തിരിഞ്ഞ് അത് പാചകം ചെയ്യാനും വലിയ പ്രയാസമൊന്നുമില്ല. അവിടെ മരുക്കാട്ടിൽ തെരഞ്ഞു നടന്ന് വിറക് കൊണ്ടുവരാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം എന്നതുകൊണ്ട് റസൂല് പറയാണ്, ഞാനത് കൊണ്ടുവരാം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോ എന്ന് പറയുന്ന ലോകത്തിന്റെ മേധാവിനോട് സഹാബാക്കൾ പറയുന്നുണ്ട്, റസൂലെ അങ്ങനെ കൊണ്ടുവരണ്ട, അങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അങ്ങനെ ഇരിക്കും, അങ്ങേ കെട്ടും ചെയ്തു തരാൻ ഞങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ പരിശുദ്ധ റസൂൽ പറയുന്നു, അതെനിക്കറിയാം, നിങ്ങൾ എനിക്ക് എല്ലാ സേവനവും ചെയ്തു തരാൻ പ്രാപ്തരായവരാണ്,
നിങ്ങളതൊക്കെ ശരിയാണ്, ഓക്കെയാണ്, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാൻ നിങ്ങൾ ചെയ്തു തരുമെന്ന ബോധ്യവും ബോധവും എനിക്കുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെക്കാൾ വലിയ ആളാവണമെന്ന് ഒരാഗ്രഹമില്ല സ്വഹാബ. എനിക്ക് നിങ്ങളെക്കാൾ വലിയൊരാളായിട്ട് നിങ്ങൾക്കിടയിൽ വലിയൊരു പ്രിവിലേജ് കിട്ടണമെന്ന് ഒരു തരത്തിലുള്ള ആഗ്രഹം എനിക്കില്ല സ്വഹാബ എന്ന് പഠിപ്പിക്കുമ്പോ പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പോകുന്ന സ്വഹാബാക്കളുടെ ഒരു രംഗം ജീവിതത്തിലെ മുഹമ്മദിന്റെ സമുദായമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോ, നമ്മൾ പറയുമ്പോ അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. പഠിക്കാൻ തയ്യാറാവുന്നതിനപ്പുറം നമ്മളത് ശീലിക്കാനും കൂടെ തയ്യാറാവണം. കണ്ടാൽ ചിരിക്കാൻ, കണ്ടാൽ മിണ്ടാൻ, കണ്ടാൽ സംസാരിക്കുമ്പോൾ നുണ പറയാതിരിക്കാൻ, നേതാവായി അങ്ങനെ നിൽക്കുമ്പോ അനുയായികൾക്കിടയിലൂടെ എല്ലാം ചെയ്തു കൊടുക്കാൻ. അവൻ അങ്ങനെ ഇരിക്കേണ്ടവരൊന്നുമല്ല, അവൻ ഇറങ്ങേണ്ടവനാണ്. അനുയായികൾക്കിടയിൽ ഇറങ്ങട്ടെ. എന്നിട്ട് ഞാനും ഒരു അനുയായിയാണ്, ഞാനും ഒരു അനുയായിയാണ്, നേതാക്കൾ നിങ്ങളാണെന്ന തരത്തിലേക്ക് അവർ ഇടപെടലുണ്ടാകുമ്പോ അവൻ മുഹമ്മദിയത്ത് വളരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇന്നമാ ബുഇതു ലഅല്ലി ഉതമ്മിമ മകാരിം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. എല്ലാ സ്വഭാവത്തിന്റെയും മകാരിമൽ അഖ്ലാഖ്, എല്ലാ സ്വഭാവത്തിന്റെയും സമ്പൂർണ്ണൻ ഞാനാണ്. ആ എല്ലാ സ്വഭാവത്തിന്റെ നന്മയും എന്നിൽ അടങ്ങിയിട്ടുണ്ട്. എന്നെ അങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ റസൂൽ പറയുന്ന സ്വഭാവത്തിന്റെ മഹിമ നിറഞ്ഞ ലോകത്തിന്റെ നായകന്റെ സ്വഭാവത്തെ പഠിക്കാനും താബിആവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഅഖുദാവാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.